ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ ലീവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. കുറേ പണിയുണ്ട് കേട്ടോ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഇതേപോലെ തന്നെയാണ് കേട്ടോ, വെള്ളം കുടിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങാറുള്ളത്. അത് കഴിഞ്ഞ് പല്ല് തേച്ചതാ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അവനും സൈഡിൽ നിന്നിട്ട് പല്ല് തേക്കുന്നുണ്ട് കേട്ടോ. ആൾ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ തേക്കാറുള്ളത്. എന്നെ തേക്കാനൊന്നും സമ്മതിക്കാറില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ തേച്ചോളും. അത് കഴിഞ്ഞ് ഇതാ തിരുമ്പാനുള്ളതൊക്കെ താഴെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. തിരുമ്പാനുള്ളത് ഒരു ഭാഗത്തായാൽ തന്നെ പകുതി സമാധാനമാണ് കേട്ടോ. പകുതി പണി കഴിഞ്ഞ പോലെ തോന്നും. ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഫസ്റ്റ് തന്നെ ഇത് കഴിഞ്ഞിട്ട് ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചതാണ്. അവന് ചായ കൊടുക്കാനും ഉണ്ട് കേട്ടോ. എല്ലാത്തിനേക്കാൾ വലിയ പണി അവന് ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ. ഒരുപാട് ടൈം നമ്മൾ പിന്നാലെ നടന്നാൽ ആൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിക്കുള്ളൂ. ഞാൻ എവിടെ പോയാലും എൻ്റെ പിന്നാലെ വരും കേട്ടോ. ഇന്നാൾക്ക് ചായ കുടിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അവൻ്റെ അച്ഛൻ്റെ വണ്ടി ഫ്രണ്ടിൽ മുറ്റത്തുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് ചായ കുടിക്കണതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ പോകുന്നത്. ആ വണ്ടി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കഷ്ടപ്പാടൊന്ന് കുറഞ്ഞ് കിട്ടിയിട്ടോ. അത് കഴിഞ്ഞ് ഞാനും ചായ കുടിച്ചിട്ടുണ്ട്. ടി വി കണ്ടുകൊണ്ടാണ് കേട്ടോ ചായ കുടിച്ചത്. ഇത് റൂമാണോ അതോ കാടാണോ എന്ന് ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ദിവസം ഞാൻ വൃത്തിയാക്കിയിടുന്നതാണ്, പക്ഷേ എങ്ങനെയാണ് അച്ഛനും മോനും കൂടെ ഈ ലെവലാക്കുന്നത് എന്നുള്ളത് അറിയില്ല കേട്ടോ. അതൊക്കെ അടുക്കി പെറുക്കി വെക്കുമ്പോഴേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലീവുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അല്ലാത്ത ദിവസം ജസ്റ്റ് ഒന്ന് അടിച്ചു വാരും, തുടയ്ക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് മടക്കി വെക്കാനൊക്കെ ഉള്ളത് അയൽമെന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലെ റൂമിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് വേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. റൂമിൽ നിന്ന് നേരെ അടിച്ചു വാരിയിട്ട് ഓപ്പൺ ടെറസിൻ്റെ മുകളിലേക്കാണ് കേട്ടോ കളയുക. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. ഷീറ്റിൻ്റെ അടിയിൽ തന്നെ ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഉണങ്ങിയ കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ബാത്റൂമൊക്കെ തേച്ച് കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവനെ ഇതാ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ലുലു മാളിൽ പോയപ്പോൾ വാങ്ങിയൊരു ഗാലക്സീൻ്റെ മിഠായിൻ്റെ പാക്കാണ് കേട്ടോ. അത് അവൻ കണ്ടിട്ടില്ലായിരുന്നു. കുളിച്ച് കഴിഞ്ഞപ്പോൾ എന്തിനോ വാശി പിടിച്ചപ്പോൾ ഞാനത് എടുത്ത് കൊടുത്തതാണ്. അപ്പോൾ ആൾക്ക് ഒറ്റയ്ക്ക് പൊളിക്കണം എന്നാട്ടത്. അങ്ങനെയാണോ പൊളിക്കുക? ആണോ? ഞാൻ പൊളിച്ചരട്ടെ? ഇത് പൊളിച്ച് ആൾക്ക് ഈ സ്റ്റെയർ എപ്പോഴും കയറി ഇറങ്ങുകയും ചെയ്യണം കേട്ടോ. ആരും എടുക്കുന്നതൊന്നും ആൾക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്കിത് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നാറ് വർക്കുള്ള ദിവസങ്ങളിലാട്ടോ. കാരണം സമയമില്ലാതെ ഓടുന്ന സമയത്തായിരിക്കും അവൻ ഈ സ്റ്റെയർ കയറാൻ നിൽക്കുക. ഇനി അഥവാ ഒന്ന് എടുത്തു പോയാലോ, പിന്നെയും ആ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ കൊണ്ടുവെക്കണം കേട്ടോ. അത്രയ്ക്ക് വാശിയാണ് ആൾക്ക്. അമ്മ ചെയ്യണോ? നീ കുട്ടി തന്നെ ചെയ്തോ? അത് ഫുള്ള് ഫിനിഷ് ചെയ്. പറഞ്ഞുണ്ട് അമ്മക്ക്. എന്താ വരയ്ക്കണേ പറഞ്ഞതാടോ. എന്നാ ഞാൻ മിണ്ടൂല. തെറ്റി. എന്താ വരയ്ക്കണേ പറഞ്ഞുണ്ടാ? പൂവാ വരയ്ക്കണേ? എന്ത് പൂവാ? റോസ് പൂവാണോ മുല്ലപ്പൂവാണോ? എന്ത് പൂവാ വരയ്ക്കണേ? മുല്ലപ്പൂവാ വരയ്ക്കണേ? പച്ചക്കളറാ മുല്ലപ്പൂവിന്?
കഴിയാനായോ? കളർ കൊടുത്ത് കഴിയാനായില്ല? എപ്പോഴാ കഴിയാ? രാത്രി വരെ കൊടുക്കണ്ട്. ഏ ആ ആ അമ്മ ബുക്ക് എടുക്കാം. വരയ്ക്കണോ? ഓക്കെ. അമ്മ എന്താ വരയ്ക്കണ്ടേ? പൂവാ വരയ്ക്കണ്ടേ? എന്ത് പൂവാ വരയ്ക്കണ്ടേ? റോസ് പൂവോ? റോസ് പൂവാ വരയ്ക്കണ്ട അമ്മ? ആ അച്ഛന്റെ ഹൈലൈറ്റർ അല്ലേ? കുട്ടി ഒന്ന് എടുത്തോട്ടെ പ്ലീസ് എന്ന് ചോദിക്ക്. ആ പീച്ച് പ്ലേറ്റ് ഒന്നും ഇല്ലല്ലോ. പ്ലീസ് പറ. എന്താണ്? എന്ത് ബ്രഷോ? എന്നാ ബ്രഷാണ് പറയാ. അതിന് ബ്രഷ് എന്നാട്ടോ പറയാ. ആ നമുക്ക് വിശക്കുണ്ട്. ഉണ്ട്, സത്യമായിട്ടും വിശക്കുണ്ട്. കുമ്പേൽ ആരും ഇല്ല, പക്ഷെ നമുക്ക് വിശക്കുണ്ട്. അവൻ കളർ കൊടുത്ത് രാത്രി കഴിയാന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഇത്ര സീരിയസ് ആക്കി എടുത്തില്ല കേട്ടോ. കളർ കൊടുത്ത് പിന്നെ ടെറസിൻ്റെ മുകളിൽ നിന്നായി, നിലത്തുനിന്നായി. രാത്രി വരെ കൊടുക്കൽ തന്നെയായിരുന്നു കേട്ടോ. അവന് ഫുഡും വേണ്ട, ഒന്നും വേണ്ട. ആ ബുക്ക് ഇനി കാണാൻ പറ്റാത്ത പോലെ അയക്കുന്നു. ഗുഡ് ബോയ്. ആ ഇത് കുട്ടി ഒറ്റക്ക് വരച്ചതാ? വലുതായില്ല? സൂപ്പർ ആയിണ്ട് ട്ടാ. ആ സൂപ്പർ ആയിണ്ട്. ഗുഡ് ബോയ്. ആ ഓക്കെ. അത് കഴിഞ്ഞൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകേണ്ടിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പക്ഷെ ആളെപ്പോഴും കളർ കൊടുക്കൽ തന്നെയാണ്. പിന്നെ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്തിട്ട് മാറ്റിച്ചു കിട്ടും. അങ്ങനെ പോയി വന്ന് ഞങ്ങൾ പിന്നെയും കളർ കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വത്തക്കയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഹസ്ബൻഡ് ജ്യൂസൊക്കെ അടിച്ചു തന്നു കേട്ടോ. അങ്ങനെ ആ ജ്യൂസൊക്കെ കുടിച്ച് വത്തക്കേൻ്റെ കഷ്ണമൊക്കെ കഴിച്ചിട്ട് ആൾ മെല്ലെ ഉറങ്ങി കേട്ടോ. ഇനി എനിക്ക് എന്തെങ്കിലും എഴുതും വരയ്ക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.